ഞാൻ ഈ പേര് മാറ്റുന്നതിനെ പറ്റി നല്ലോണം ചിന്തിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ തലയൊക്കെ പെരുത്ത് കേറുക. എന്തിനാ ചേച്ചി പേര് മാറ്റുന്നേ? വേറെ പേരുണ്ടല്ലോ, അത് വിളിക്കാം. വേറെ എന്ത് പേര്? നീ പറ്റേ നാട് മേടിക്ക് നോക്കിക്കോ. ഈ കൊച്ചു മര്യാദക്ക് അടുക്കളയൊന്ന് ജോലി ചെയ്തോണ്ടെന്നതാ. വല്ലോരു കാലം അടുക്കള കേറുന്നു തന്നെ. നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ? അമ്മൂമ്മ, ഇന്ന് ഉച്ചക്ക് നമ്മൾ കനകാന്റി സ്പെഷ്യൽ നെല്ലിക്കറിയാണ് കഴിക്കാൻ പോകുന്നത്. നെല്ലിക്കറിയോ? അല്ല, നെല്ലിക്ക അച്ചാറ്. ഏച്ചി പോവാ അമ്മൂമ്മ അവിടെ നിന്ന്. മുമ്മ നല്ലിക്കുളമ്പ് എന്ന് വെച്ചാല് ഈ ആടുണ്ടല്ലോ, ആടിന്റെ നെഞ്ചിലെ എല്ല് എടുത്ത് സൂപ്പ് പോലത്തെ ഒരു സെറ്റപ്പിൽ വെച്ച് തരും. എനിക്ക് വേണ്ട. ആളെണ്ണം കുറഞ്ഞ്. അപ്പൊ ഓക്കെ, 2 കിലോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കനകാന്റിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ ചേച്ചി കഴിച്ചിട്ടില്ലല്ലോ നെല്ലിക്കുളമ്പ്. കിടില സാധനമാണ്. കിടില എന്ന് പറഞ്ഞാൽ ഓരോ കിടിലം. ഞങ്ങൾ ചെന്നൈയിലായിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഫ്രണ്ട്സ് എല്ലാവരോടെ ഷെയർ ഇട്ടിട്ട് വടപ്പഴനിക്കടുത്തൊരു ഷോപ്പുണ്ട്, നല്ല കിടില നെല്ലിക്കുളമ്പ് കിട്ടുന്നത്. അവിടെ പോയിട്ട് രാത്രി ഗമ നെല്ലിക്കുളമ്പ് കഴിക്കും. ഓ സ്വർഗമാണ് ചേച്ചി. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് മധുര സ്പെഷ്യൽ നെല്ലിക്കുളം. நீங்க எல்லாரும் சாப்பிட்டுட்டு சொல்லுங்க எப்படி இருக்குன்னு. പിന്നെ ചേച്ചില്ലേ? പിന്നെ ഞാൻ ഇല്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ട് ഇവിടെ? അതാണ് ചേച്ചി വേണ്ട. പിന്നെ അയ്യോ, ഞാൻ പാവയ്ക്ക എടുത്ത് അരിഞ്ഞു വെച്ചല്ലോ പച്ചടി വെക്കാൻ. അതൊക്കെ എടുത്ത് കളയമ്മേ, മനുഷ്യനെ വെറുപ്പിക്കാൻ. പക്ഷേ പാവയ്ക്കയുടെ ഗുണം എന്തോന്ന് നിനക്ക് അറിയാവോ? അയ്യോ അറിയാം, നന്നായിട്ട് അറിയാം. കഴിച്ച മനുഷ്യനെ കിറങ്ങിപ്പോവും. അത് വേണ്ട, പച്ചരൊന്നും വേണ്ട. പിന്നെ സമയം കളയണ്ട, എനിക്ക് തുടങ്ങാം. അതെ, സമയം കളയണ്ട. ചേച്ചിയാണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ചേച്ചി എവിടെ തങ്കല്ലേ? ചേച്ചി ഇല്ലാത്ത പരിപാടി ഉണ്ടോ? എന്താണ് അങ്ങനത്തെ ഒരു ടോക്ക്? അല്ല ചേച്ചി, അതായത് ഇപ്പം നല്ലിക്കുളമ്പ് ഇങ്ങനെ വെച്ചു തരുന്ന കാര്യത്തിൽ കനകാന്റി ഗ്യാരണ്ടി. അത് പോരെ? പോരല്ലോ, നെല്ലിക്കുളമ്പിന് എന്തെങ്കിലും ഇടണമല്ലോ നമുക്ക്. അതെ. പാറു, എന്താണ് നെല്ലിക്കുളമ്പിന് വേണ്ടേ? 2 കിലോ മട്ടൻ. 2 കിലോ മട്ടൻ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഉച്ചയാകുമ്പോഴത്തേനെ പച്ചടി വെക്കണ്ടേ? നമ്മുടെ കള്ളി മുങ്ങാൻ നോക്കുന്ന. അയ്യോ, ലച്ചു ഇവിടെ നിൽക്കുമ്പോ ഞാൻ എന്തോ അഭിപ്രായം പറയാനാ? എല്ലാത്തിനും ലച്ചു ഉണ്ടല്ലോ ഇവിടെ. അത് ഞാൻ എന്റെ ചെലവല്ലേ? കനകാന്റി ഫുഡ് ഉണ്ടാക്കി തരും. പക്ഷെ ചെലവ് ചെയ്യേണ്ടത് ചേച്ചിയുടെ ഈ കൈകളാണല്ലോ. ചേച്ചിയുടെ ഈ കൈ കൊറേ ചെലവങ്ങ് ചെയ്യും. ചേച്ചി, മട്ടനൊക്കെ അത്യാവശ്യം വിലക്കുറവാണ്. ഒരു 850 രൂപ ആവത്തുള്ളൂ 1 കിലോക്ക്. അങ്ങനെയാണെങ്കിൽ 2 കിലോക്ക് എത്ര രൂപയാവും? 10,700 രൂപ ആവത്തുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 2 കിലോ റൗണ്ട് ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 2000 രൂപയ്ക്കകത്തെ ചെലവ് വരത്തുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഇപ്പോ ഈ പൂ പോലത്തെ കൈ കൊണ്ട് ഒരു 2000 രൂപ ഇറക്കി കഴിഞ്ഞാണ്ടല്ലോ, ഇന്ന് ഉച്ചക്ക് നല്ല കൊതി ഓർന്ന നെല്ലിക്കുളമ്പ് തേണ്ടേ ഈ ടേബിൾ ഇരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. 2000 രൂപ അല്ലേ? നടക്കൂല. അമ്മമ്മ, മെനിഞ്ഞാന്ന് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് ലച്ചുവിന്റെ കൊടുത്തു. ലച്ചു അത് ഫോണിൽ കൂടെ ഉമേഷിന് ഇട്ട് കൊടുക്കുകയും ചെയ്തു. எங்கிட்ட கொஞ்சம் பைசா இருக்கு, நான் தரட்டா? எவ்வளோன்னெல்லாம் கரெக்டா தெரியாது. நான் ஒரு டப்பையில சில்லறையா போட்டு வச்சிருக்கேன். അത് അമ്പലത്തിൽ പോകുമ്പോ വഞ്ചിരട്ടാ മതി. പൈസ അയച്ചാ പോരെ? മതി. ഫോൺ അവിടെ എടുത്തു തരാം. പോടാ. ചേട്ടാ നല്ല വെയിറ്റ്. 2 കിലോ മട്ടൻ നല്ല വെയിറ്റ്. അതെ, 2 കിലോ ഉണ്ടാക്കി തന്നു കഴിയുമ്പോ ഇരുന്നങ്ങ് തിന്നല്ലേ? കിലോ ഒന്നും നോക്കാറില്ലല്ലോ മേഡം. അപ്പൊ ചേട്ടൻ തിന്നൂല? ഞാൻ തിന്നും. എടി, ഞാനേ ആവുന്ന കാലത്ത് ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കഴിക്കണത് കേട്ടോ. ഓ, വലിയ കാരണവര് വന്നേക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.